പ്രോഡക്റ്റ് ആണ് സൺഡേയിൽ പറയുന്നത്. സെനിൽ സാർ പറഞ്ഞ പോലെ ബുധനാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ പ്രോജക്റ്റും സംസാരിക്കും. ഇന്ന് കേരളം മൊത്തം ഏതാനും 2-3 ആഴ്ചയായിട്ടുള്ളെങ്കിൽ പോലും കേരളത്തില് ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഒരു പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ചർച്ചയാകാനുള്ള ഒരു വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമായിട്ട്, ഒരു കോൺസെപ്റ്റ് ആയിട്ട് MR മാർക്കറ്റിംഗ് അഥവാ മണിരായ മാർക്കറ്റിംഗ് മാറിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രചോദനാത്മകമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പൊ ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മുഴുവൻ പ്രോഡക്റ്റും പറയാനുള്ള സമയം നമുക്കില്ല. ഇന്ന് നമ്മൾ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റും അതുപോലെ തന്നെ ഒരു സപ്ലിമെന്റ് പ്രോഡക്റ്റ്, അത് ഹാർട്ട് കെയർ എന്ന് പറയുന്ന സപ്ലിമെന്റ് പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, സംസാരിക്കുന്നത്. നമുക്ക് എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും വഴിയെ നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കാം. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള, എല്ലാവർക്കും ആവശ്യമുള്ള അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെനിൽ സാർ എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് രാധാകൃഷ്ണൻ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയാണ് സ്വദേശം. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഡയറക്ട് സെല്ലിംഗ് മേഖലയിലും ഉണ്ട്. 10 വർഷം ഫാർമ ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തത്. അതിനുശേഷം ഒരു 14 വർഷക്കാലം ന്യൂട്രാസ്യൂട്ടിക്കൽ മേഖലയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ബയോമാഗ്നറ്റിക് തെറാപ്പിയുമായി ബന്ധപ്പെട്ട്, ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ പഠനവും വിപണനവും നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു പുതിയ സംവിധാനത്തെ കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞു. ബയോമാഗ്നറ്റിസം എന്താണ്, ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റ് എന്താണ്, അതിന്റെ ഗുണം എന്താണ്, അതൊക്കെ നമ്മുടെ ശരീരത്തിന് എത്രത്തോളം ഗുണം ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ ഒരു അറിവും തിരിച്ചറിവുമായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുത്തിയിട്ടുള്ള ഒരു പ്രോജക്റ്റ് തന്നെയായിരുന്നു ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ഒരു 3 വർഷക്കാലം എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ മണിരായ മാർക്കറ്റിംഗും ഇന്ന് വളരെ പ്രൗഡായിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു വ്യത്യസ്തത നമ്മുടെ കമ്പനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയാനും ഞാൻ വളരെ സന്തോഷവാനാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ വാചാലനായി പോകും. കാര്യം അത്രത്തോളം എന്നെ സ്പർശിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, ഒരു റേഞ്ച് ഓഫ് പ്രോഡക്റ്റ് ആണ് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ. അപ്പോ നമ്മുടെ MR മാർക്കറ്റിംഗ് കമ്പനിയുടെ, മണിരായ മാർക്കറ്റിംഗ് കമ്പനിയുടെ ഈ സൺഡേ സൂമിലേക്ക് മുഴുവൻ ആളുകളെയും, ഇതില് പങ്കുകൊള്ളുന്ന മുഴുവൻ ആളുകളെയും വളരെ സ്നേഹത്തോടു കൂടി, സർവാത്മന ഹൃദ്യമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. കുറെ ആളുകൾ, പുതിയ ആളുകളൊക്കെ ഇതിനകത്ത് ഉണ്ട്. നിലവിൽ നമ്മുടെ അസോസിയേറ്റ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ പഠനം ഒരിക്കലും അവസാനിക്കുന്നില്ല. എല്ലാ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പുതിയ പുതിയ അറിവുകൾ, പുതിയ പുതിയ തിരിച്ചറിവുകൾ, പുതിയ പുതിയ അപ്ഡേഷനുകൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മുടെ ജീവിതത്തിലും, വ്യക്തി ജീവിതത്തിലും, കുടുംബ ജീവിതത്തിലും, സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ തന്നെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പൊ വളരെ ശ്രദ്ധയോടുകൂടി പ്രോഗ്രാമിനെ നിങ്ങൾ മനസ്സിലാക്കുക, വീക്ഷിക്കുക. നിങ്ങൾക്ക് എഴുതി വെക്കേണ്ട പോയിന്റുകളൊക്കെ ഒന്ന് എഴുതി വെക്കുക. അല്ലെങ്കിൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് എന്നോടോ അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ്, ധാരാളം ഇതിനെ കുറിച്ച് അറിവുള്ള ലീഡേഴ്സ് ഉണ്ട്, അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ആ സംശയങ്ങളെല്ലാം ദൂരീകരിക്കണം. ഈ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ, MR ഇന്ന് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ, വരും വർഷങ്ങളിൽ ഇന്ത്യ രാജ്യത്തിലുള്ള കോടാനുകോടി ജനങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ഉൽപ്പന്നങ്ങളാണ്. അതിന്റെ ഒരു പ്രചാരകരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു ആവേശഭരിതനായി പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ എനിക്ക് പെരിന്തൽമണ്ണയിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിന് ശേഷം കണ്ടൊരു കാഴ്ച എന്ന് പറയുന്നത്, നമ്മുടെ പ്രോഡക്റ്റുകൾ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രോഡക്റ്റുകൾ അവിടെ വന്ന ആളുകൾ മുഴുവനും വാങ്ങിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പൊ അത്രത്തോളം ജനകീയ സ്വീകാര്യതയുള്ള ഒരു ഉൽപ്പന്നമാണ് നമ്മുടെ ഉൽപ്പന്നം എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അപ്പൊ അത് നമുക്കുണ്ടാക്കി തരുന്ന ഒരു കമ്പോളത്തിലെ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആണ്. നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാനേ കഴിയില്ല. അത്രത്തോളം അത് സ്വാധീനിക്കപ്പെടും, അത് വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തും. അപ്പോ അത്ര വലിയൊരു സംവിധാനത്തിലേക്കാണ്, ഒരു കോൺസെപ്റ്റിലേക്കാണ്, ഒരു ആശയത്തിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക തന്നെ ചെയ്യും. ആരോഗ്യകരമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങളും ഉണ്ടാകും, വ്യക്തിപരമായിട്ടുള്ള ഗുണങ്ങളും നമുക്കുണ്ടാകും. അതായത് നമ്മുടെ ക്യാരക്ടർ വൈസ്, ബിഹേവിയർ വൈസ്, ആറ്റിറ്റ്യൂഡ് വൈസ് ഒക്കെ നമുക്ക് ഒരുപാട് മാറുവാനുള്ള സാഹചര്യം നമുക്ക് ഈ ഒരു സിസ്റ്റത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ, സൗത്ത് ഇന്ത്യൻ ടീമിന്റെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ അതൊക്കെ അനുഭവിക്കാൻ കഴിയുന്നു. അതൊക്കെ, ആ മാറ്റങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്.
അപ്പോൾ ഇത്രയെങ്കിലും ആമുഖമായി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിന്റെ ഒരു ഭംഗി അവിടെ കുറഞ്ഞു പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇത് ആലങ്കാരികമായി പറഞ്ഞതല്ല, ഇതെല്ലാം റിയൽ ആണ്. അതൊക്കെ വരും ദിവസങ്ങൾ നമ്മുടെ മാർക്കറ്റ് ചർച്ച ചെയ്യുക തന്നെ ചെയ്യും. അപ്പൊ സൺഡേ സൂമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മള് നാച്ചുറൽ പാത്ത് ടു വെൽനെസ്. വെൽനെസ് എന്ന് പറയുന്ന സിദ്ധാന്തം ലോകത്തിലെ 1970-കൾക്ക് ശേഷമാണ് ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയത്. അതിനു മുമ്പ് വരെ വെൽനെസ് എന്ന് പറയുന്ന ആശയത്തിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല, പ്രചാരകത്വം ഉണ്ടായിരുന്നില്ല. വെൽനെസ് എന്ന് പറഞ്ഞാൽ സൗഖ്യമാണ്, സൗഖ്യ സിദ്ധാന്തം. അതായത് ഇന്ന് ഇൽനെസ് ഇൻഡസ്ട്രി, വെൽനെസ് ഇൻഡസ്ട്രി ഉണ്ട്. ഇൽനെസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗം വന്നതിന് ശേഷം നമ്മളൊക്കെ ചെയ്യുന്ന സംവിധാനം. ഒരു രോഗം വന്നതിന് ശേഷം ചികിത്സ, ട്രീറ്റ്മെന്റ്, മരുന്ന്, ആശുപത്രി, ഡോക്ടർ, അതുപോലെ ഇത്യാദി തുടങ്ങുന്ന സർവ്വ സംവിധാനങ്ങളെയുമാണ് ഇൽനെസ് എന്ന് പറയുന്നത്. സിക്നസ് ഇൻഡസ്ട്രി എന്നൊക്കെ അതിനെ പറയും, ആ ഇൽനെസ് ഇൻഡസ്ട്രി. എന്നാൽ വെൽനെസ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഉണ്ട്, അത് സൗഖ്യത്തിന്റെ ഇൻഡസ്ട്രിയാണ്. എന്ന് പറഞ്ഞെങ്കിൽ രോഗം വരുന്നതിന് മുമ്പും രോഗം വരാതിരിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന എല്ലാ പ്രിക്വേഷൻസിനെയും, എല്ലാ പ്രിവെൻഷനെയും നമുക്ക് വെൽനെസിന്റെ മേഖലയിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പൊ ഡയറ്ററി ആയിട്ട്, ന്യൂട്രീഷന്, സപ്ലിമെന്റുകളായിട്ട്, അതുപോലെ ആരോഗ്യ സംവിധാനത്തിന് പ്രകൃതിദത്തമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും വെൽനെസിന്റെ മേഖലയിലാണ് വരുന്നത്. അപ്പൊ മണിരായ ഇന്ത്യയിലുള്ള കോടാനുകോടി ജനങ്ങൾക്ക് കൊടുക്കുന്ന മാസ്മരികമായിട്ടുള്ള, ഇൻക്രെഡിബിൾ ആയിട്ടുള്ള, അവിസ്മരണീയമായിട്ടുള്ള അല്ലെങ്കിൽ അവിശ്വസനീയമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പ്രകൃതിദത്തമായ ഒരു വഴിയിലൂടെ ആ വെൽനെസ് എന്ന് പറയുന്ന ആശയത്തെ നമ്മളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നു. ഈ കഴിഞ്ഞ 3 ആഴ്ചത്തെ പ്രവർത്തനം കൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് സാധാരണപ്പെട്ട ജനങ്ങൾ അവർക്കുണ്ടാകുന്ന സ്വീകാര്യത എന്ന് പറയുന്നത് നമുക്ക് വാനോളം പ്രതീക്ഷ തരുന്ന സ്വീകാര്യതയാണ്. അപ്പോ അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല വഴി കാണിച്ചു തന്നിട്ടുള്ള മണിരായ മാർക്കറ്റിങ്ങിന്, നമുക്ക് ഇത്രത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്ന മണിരായ മാർക്കറ്റിങ്ങിന് ഒരു ബിഗ് സല്യൂട്ട് നമ്മുടെ ഹാർട്ടിൽ നിന്ന് നമ്മൾ ആദ്യം കൊടുക്കുകയാണ്. അപ്പോ നമ്മൾ എന്താണ് ഈ കമ്പനി എന്നുള്ളത് നമ്മൾ അറിയണം. അതിനുശേഷം നമ്മുടെ പ്രോഡക്റ്റിലേക്ക് പോവാം. അബൌട്ട് മണിരായ. മണിരായെ കുറിച്ച് നമ്മളൊന്ന് പറയുകയാണെങ്കിൽ, എ ഫാസ്റ്റ് ഗ്രോവിംഗ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ബയോമാഗ്നറ്റിക് പ്രോഡക്ട്സ് ആൻഡ് ന്യൂട്രാസ്യൂട്ടിക്കൽസ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളിലും അതുപോലെ തന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽ മേഖലയിലും വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഫോക്കസ്ഡ് ഓൺ ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകളിലും ഫോക്കസ് ചെയ്യുന്നു, വെൽനെസ് പ്രൊഡക്റ്റുകളിൽ ഫോക്കസ് ചെയ്യുന്നു, പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകളിൽ ഫോക്കസ് ചെയ്യുന്നു, അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകളിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യങ്ങളുടെ ഒരു ശ്രേണി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കൂടാതെ ഓരോ വ്യക്തികൾക്കും മികച്ച ഒരു എന്റർപ്രണർ ആകാനുള്ള, ഒരു സംരംഭകനാകാനുള്ള മികച്ച ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു മണിരായ എന്നുള്ളതാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് തന്നെ സാറ്റിസ്ഫൈഡ് ആവാൻ തുടങ്ങി എന്നുള്ളതാണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ടുള്ള മാറ്റം തന്നെ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രതയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നു എന്നുള്ള ഒരു ഫീലിംഗ് അവർക്ക് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ കിട്ടി എന്നുള്ളതാണ്. അപ്പൊ മണിരായ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഹ്രസ്വമായിട്ടുള്ള ഒരു വിവരണം നമുക്ക് തന്നു. കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂരാണ്, നമ്മുടെ കമ്പനിയുടെ ആസ്ഥാനം വരുന്നത്. കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് 2024 മെയ് മാസം 1-ാം തീയതിയാണ്. ജസ്റ്റ് ഒരു വർഷം അങ്ങോട്ട് പൂർത്തീകരിച്ചേ ഉള്ളൂ. ഈ സമയം കൊണ്ട് ഒരു ചെറിയ വളർച്ചയാണ് കമ്പനിക്ക് ഉണ്ടായത്. കേരളത്തിൽ ആരും ഇത് ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. ഇപ്പോഴാണ് സൗത്ത് ഇന്ത്യൻ ടീം ഇത് ഏറ്റെടുത്ത് കേരളക്കാരെ ആകെ ഒരു അലയടി സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മണിരായ എന്ന് പറയുന്ന നമ്മുടെ കമ്പനി ഒരു 5 കോടിയുടെ ബിസിനസ് ആണ് ഉണ്ടാക്കിയത്. എത്ര? 5 കോടിയുടെ ബിസിനസ് ആണ് എടുത്തിട്ടുള്ളത്. എന്നാൽ 5 കോടിയുടെ ബിസിനസ് വന്നപ്പോഴേക്കും അതില് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, 5 കോടിയുടെ ടേൺ ഓവർ വന്നപ്പോഴേക്കും 2.5 കോടി നെറ്റ് പേ ഔട്ട് കൊടുത്ത കമ്പനിയാണ് മണിരായ എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. 5 കോടി. എല്ലാ കമ്പനികളും, ഡയറക്ട് സെല്ലിംഗ് കമ്പനികളൊക്കെ പറയാറുണ്ട് ഞങ്ങൾ 50% കൊടുക്കും, 60% കൊടുക്കും എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും അതൊക്കെ ചിലപ്പോൾ നടപ്പിലാകാതെ വരും. ചിലപ്പോൾ എന്നല്ല, 99% നടപ്പിലാവുകയില്ല. ഒരു 10 to 20% ഉള്ളിൽ ആണ് അതൊക്കെ കൊടുക്കാറുണ്ടെങ്കിൽ, മണിരായ നെറ്റ് 50% പേ ഔട്ട് കൊടുക്കുന്ന തരത്തിൽ അതിന്റെ സ്ട്രക്ചറൈസ് ചെയ്തത് കൊണ്ടാണ് 2.5 കോടി രൂപ പേ ഔട്ട് കൊടുത്തത്. അതിൽ തന്നെ 175-ൽ പരം ആളുകൾ ലാഖ്പതീസ് ആയി കഴിഞ്ഞു, ക്രോർപതിയാകാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ മണിരായയുടെ ആദ്യത്തെ ക്രോർപതി സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും.
അത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇതിന്റെ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് ഒരു വലിയ സ്ഥാനം അവിടെയുണ്ട്. ആദ്യത്തെ രണ്ട് ഒരു വർഷത്തിനുള്ളിൽ, ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ 2 പ്രധാനപ്പെട്ട അവാർഡുകൾ നമുക്ക് കിട്ടായി. ഒരു അവാർഡ് എന്ന് പറയുന്നത് ബെസ്റ്റ് ആയുർവേദിക് സ്റ്റാർട്ടപ്പ് ഓഫ് 2024 എന്ന് പറയുന്ന നെറ്റ്വർക്ക് എക്സ്പ്രസിന്റെ ഒരു അവാർഡാണ്. എങ്കിൽ ബെസ്റ്റ് ചേഞ്ച് മേക്കർ ഇൻ കോർപ്പറേറ്റ് ബിസിനസ് സെക്ടർ എന്ന് പറയുന്ന ഒരു അവാർഡ് 2024 IIBയുടെ ഒരു അവാർഡ് നമ്മുടെ MDക്ക് കിട്ടുണ്ടായി. അപ്പോൾ അവാർഡ് ആൻഡ് റിവാർഡുകളൊക്കെ നമ്മുടെ കമ്പനിയെ തേടി വന്നുകൊണ്ടിരിക്കുന്നു. കാരണം പെർഫോമൻസ് ഇനി ഒരുപാട് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ഒരു സൂപ്പർബായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഈ സൂം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എപ്പോഴെങ്കിലും ഈ വ്യക്തിയെ ഒന്ന് പരിചയപ്പെടണം. കാര്യം എന്താണെന്നുണ്ടെങ്കിൽ വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ വിഷൻ, അദ്ദേഹത്തിന്റെ വളരെ വലിയൊരു കാഴ്ചപ്പാട്, അദ്ദേഹത്തിന്റെ ആ വിഷണറി സെറ്റിംഗ് ചെയ്തിട്ടുള്ള നമ്മൾ അത്ഭുതപ്പെടുത്തും എന്നുള്ളതാണ്. ഇത്ര ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു വലിയ തരത്തിൽ അതിനെ ഡിസൈൻ ചെയ്ത് വെച്ച് അത് 2045 വരെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണം ഇതിന്റെ ഗ്രോത്ത് വരേണ്ടത്, എങ്ങനെയായിരിക്കണം അതിന്റെ പെർഫോമൻസ് വരേണ്ടത്, അതെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നിതിൻ മഞ്ചപ്പ എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയുടെ MD എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കമ്പനിയുടെ ഒരു സെറ്റപ്പിലേക്ക് വന്ന സമയത്ത് ഈ വ്യക്തിയുമായിട്ട് ഞാൻ 3 തവണ സംസാരിച്ച സമയത്തും എനിക്ക് വല്ലാത്ത ആത്മാഭിമാനം തോന്നി എന്നുള്ളതാണ്. കാര്യം അങ്ങനെയുള്ള ഉറച്ച തീരുമാനമുള്ള, ഉയർന്ന ചിന്താബോധമുള്ള, വലിയ ലക്ഷ്യങ്ങളും അതിനു വേണ്ടുന്ന സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും അതിൽ ചേർന്ന് നിൽക്കപ്പെടും, നമ്മളും അതിന്റെ കൂടെ ഗ്രോ ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് നമുക്ക് നിതിൻ സാറിന് അദ്ദേഹത്തിന്റെ ആ വലിയ ആ ഒരു വിഷനെ നമുക്ക് സല്യൂട്ട് ചെയ്യാതെ നിർവാഹമില്ല. 2 മേഖലകളിൽ അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിതിൻ മഞ്ചപ്പ ഈസ് എ ഹൈലി എക്സ്പീരിയൻസ്ഡ് പ്രൊഫഷണൽ with over 8 years of expertise in both the IT sector and direct selling. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ മേഖലയിലും IT എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമുള്ള ഒരു സംവിധാനമാണ്. ആ മേഖലയിലും അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലും കഴിഞ്ഞ 8 വർഷമായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പരിചയ സമ്പത്ത്, പ്രാവീണ്യം തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ലേണിംഗ് ബൈ ഏണിംഗ് എന്നാണ്. ലേണിംഗ് ബൈ ഏണിംഗ് എന്നുള്ളതാണ്, പഠനത്തോടൊപ്പം സമ്പാദ്യം എന്നുള്ളതാണ്. മണിറായ നമ്മൾക്ക് ഇവിടെ ഒരു വലിയൊരു പഠന കളരി തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരുപാട് പഠനങ്ങൾ നമുക്ക് തരുന്നുണ്ട്. പ്രോഡക്റ്റിനെ കുറിച്ചിട്ടും സിസ്റ്റത്തിനെ കുറിച്ചിട്ടും അങ്ങനെ ഒരുപാട് പഠനങ്ങൾ തരുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് സമ്പാദിക്കാനുള്ള ഒരു അവസരം കൂടി മണിറായ നമുക്ക് തരുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് എപ്പോഴും വളരെ ആവേശപൂർവ്വം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. 2024 ഐക്കൺ ഓഫ് ഇന്ത്യൻ ബിസിനസ് അവാർഡ് നമ്മുടെ MDക്ക് കിട്ടണ്ടായി. അതിന്റെ പിക്ചറാണ് ഈ കാണുന്നത്. ഇനി എത്രയോ അവാർഡുകൾ, റിവാർഡുകളൊക്കെ വരാൻ നിൽക്കുന്നുണ്ട്. കോണ്ടാക്ട് ഇൻഫർമേഷൻ, നമ്മുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ബാംഗ്ലൂരാണ് കമ്പനിയുടെ ആസ്ഥാനം, ഞാൻ പറഞ്ഞു. അവിടെ പിന്നെ എലഹങ്കയിലാണ് കമ്പനിയുടെ ഓഫീസെല്ലാം ഉള്ളത്. അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഓഫീസ് ശിവാജി നഗറിലാണ്. അപ്പൊ അവിടുത്തെ കസ്റ്റമർ നമ്പർ, അതുപോലെ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ്, ഇമെയിൽ, ഇതെല്ലാം തന്നെ വളരെ വ്യക്തമാണ്. പ്ലസ് നമ്മളെ കേരളത്തിൽ നമ്മുടെ ഓഫീസ് ആൾറെഡി സെറ്റായി കഴിഞ്ഞു, ആൾറെഡി റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തൃശ്ശൂരാണ് കമ്പനിയുടെ, ചാലക്കുടി തൃശ്ശൂരാണ് കമ്പനിയുടെ കേരള ഓഫീസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള മുഴുവൻ സർട്ടിഫിക്കേഷനുകളിലും പൂർത്തീകരിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ്. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം എന്താണെങ്കിൽ ഈ നമ്മുടെ കേരള ഗവൺമെന്റ് മോണിറ്ററിംഗ് മെക്കാനിസവുമായി ബന്ധപ്പെട്ടിട്ട് അതില് കമ്പനികളുടെയൊക്കെ, ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെയൊക്കെ തന്നെ ലീഗൽ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതില് എല്ലാ ലീഗൽ സർട്ടിഫിക്കറ്റുകളും അതിനു വേണ്ടി സജ്ജമാക്കി അത് സബ്മിറ്റ് ചെയ്ത് ആ ലീഗൽ സംവിധാനം മുഴുവനായിട്ട് നമ്മുടെ കമ്പനി പൂർത്തീകരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അത് കറക്റ്റ് ആയി കഴിഞ്ഞു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്ന എല്ലാ ലീഗൽ സർട്ടിഫിക്കേഷനുകളും നേടിക്കഴിഞ്ഞു. അങ്ങനെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ഒരു കാര്യം 100% ലീഗലായിട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണ് മണിറായ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിക്കകത്ത് നിൽക്കുമ്പോൾ ഇതിലൂടെ നമുക്ക് വലിയ നേട്ടങ്ങളും മാറ്റങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമ്പോൾ ആ ലീഗാലിറ്റിയെ 100% അത് അക്യുറേറ്റ് ആയിട്ട് മുറുകെ പിടിച്ചുകൊണ്ട് സത്യസന്ധമായിട്ട് നമ്മുടെ കമ്പനി പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഓരോ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന മണിറായ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അത് വളരെ പ്രൗഡായിട്ട് നമുക്ക് പറയാൻ കഴിയും. പ്രോഡക്റ്റിന്റെ റേഞ്ചിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ
ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളുണ്ട്. ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. അത് ഒരുപാട് ആളുകൾക്ക് വലിയ ആരോഗ്യ ഗുണങ്ങൾ നൽകിയിട്ടുള്ള ഒരു മേഖലയാണ് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ. അപ്പൊ അത് ഇവിടെ ഉണ്ട്. സെയിം നമുക്ക് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്ന ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വെൽനസ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമാണ് ന്യൂട്രാസ്യൂട്ടിക്കൽ സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ആ ന്യൂട്രാസ്യൂട്ടിക്കൽസിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ നമ്മുടെ കമ്പനി സെലക്ട് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വെൽനസ് ബൂസ്റ്റർ സപ്ലിമെന്റുകളുണ്ട്, ഹോം എസെൻഷ്യൽസ് ആയിട്ടുള്ള കുറച്ച് ഉൽപ്പന്നങ്ങളുണ്ട്, പിന്നെ പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകൾ, സ്കിൻ ആൻഡ് ഹെയർ പേഴ്സണൽ കെയർ പ്രോഡക്റ്റുകൾ, അങ്ങനെ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തെ സ്പർശിക്കുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ നിര ഇവിടെയുണ്ട്. പിന്നെ അഗ്രികൾച്ചർ പ്രോഡക്റ്റുകൾ നമുക്കുണ്ട്. ഇവിടെ നമ്മുടെ പ്രോഡക്റ്റുകളിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളാണ്. അപ്പൊ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകൾ എന്താണ് എന്നറിയുന്നതിന് മുമ്പ് നമ്മൾ ബയോമാഗ്നറ്റിസം എന്താണെന്ന് അറിയണം. ബയോമാഗ്നറ്റിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സയൻസ് ആണ്. ബയോമാഗ്നറ്റിസം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണത്. ഭൂമിക്ക് ഒരു ജൈവ കാന്തികമായിട്ടുള്ള ഒരു പ്രതിഭാസമുണ്ട്. ജൈവകാന്തികതയുടെ ഒരു പ്രതിഭാസം ഭൂമിക്കുണ്ട്. ഈ ജൈവകാന്തികതയുടെ ആ ഒരു കഴിവാണ്, ആ ഒരു ശക്തിയാണ് ഇന്ന് ഭൂമിയിൽ മാത്രം ജീവനെ നിലനിർത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ഒരു മനുഷ്യന്റെ ജീവൻ ഈ ഭൂമിയിൽ നിലനിൽക്കണമെങ്കിൽ അതിനാസ്പദമായിട്ടുള്ള, അതിന് പര്യാപ്തമായിട്ടുള്ള കുറച്ച് ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങളെയാണ് നമ്മൾ പഴമക്കാരൊക്കെ പറയാറുണ്ട് പഞ്ചഭൂതങ്ങൾ എന്ന് പറയാറുണ്ട്. പഞ്ചഭൂതങ്ങൾ എന്ന് പറയാറുണ്ട്. അപ്പോ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതാത്മകമാണ് മനുഷ്യ ശരീരം എന്നൊക്കെ പറയാറുണ്ടല്ലോ. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നുള്ളതാണ് ഈ പഞ്ചതത്വ സിദ്ധാന്തത്തിൽ വരുന്നത്. അതിലൊന്ന് ഭൂമിയാണ്. ഇതിലെല്ലാം തന്നെ ഓക്സിജൻ ആയിക്കോട്ടെ, വെള്ളമായിക്കോട്ടെ, ഭക്ഷണമായിക്കോട്ടെ, സൂര്യപ്രകാശമായിക്കോട്ടെ, ഭൂമി ആയിക്കോട്ടെ, ഈ 5 ഘടകങ്ങളുമാണ് യഥാർത്ഥത്തില് ജീവന്റെ രഹസ്യം എന്ന് പറയുന്നത്. അപ്പൊ ജീവനെ നിലനിർത്താൻ സഹായിക്കുന്ന ഈ 5 ഘടകങ്ങൾ, ഇതിൽ വരുന്ന താളം തെറ്റലുകൾ നമ്മുടെ ജീവനെ തന്നെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനെ ബാധിക്കും. പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് മരണം വരെ സംഭവിക്കും. ഓക്സിജൻ പ്രാണനാണ്, അത് പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. വെള്ളം എന്ന് നമ്മൾ പറയാറുണ്ട്. വെള്ളം എന്താണ്? ജീവജലം എന്ന് പറയാറുണ്ട്. ജീവനെ കൊടുക്കാൻ പര്യാപ്തമായ, ജീവനെ നിലനിർത്താൻ കഴിവുള്ള ഒരു ഘടകമാണ് വെള്ളം എന്ന് പറയുന്നത്. അതും പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ നമുക്ക് സൂര്യപ്രകാശം പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. ഭക്ഷണം പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ഭൂമിയുടെ ഒരു മാഗ്നറ്റിക് എനർജി ഉണ്ട്. ഭൂമി നമുക്ക് തരുന്ന എനർജി എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയാണ്. നമ്മൾ ഭൂമിയുടെ ആ എനർജിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്ന സിസ്റ്റത്തിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂമിക്ക് ഒരു ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും ഉണ്ട്. നോർത്ത് പോൾ, സൗത്ത് പോൾ, 2 ധ്രുവങ്ങളുണ്ട്. ഇതിൽ നിന്ന് എല്ലാ സമയത്തും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഭൂമിയിൽ ജീവനെ നിലനിർത്താൻ സഹായിക്കുന്നത്. കാരണം ഭൂമിയിൽ മാത്രമേ ജീവൻ ഇന്ന് കണ്ടെത്തിയിട്ടുള്ളൂ. ഒരു ഗ്രഹത്തിലും ഒരു ഗോളത്തിലും ഇന്ന് വരെ ജീവനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ അണ്ടകടാഹം എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രത്തോളം വ്യാപ്തിയുള്ള ഈ പ്രപഞ്ചത്തിനകത്ത് മനുഷ്യന്റെ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തി പഠനങ്ങൾ നടത്തിയിട്ടും എവിടെയും ജീവനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ. അപ്പൊ ഭൂമിയിൽ മാത്രം എന്തുകൊണ്ട് ജീവൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഭൂമിക്ക് ജീവനെ നിലനിർത്താൻ കഴിവുള്ള ഒരു സംവിധാനമുണ്ട്. ആ കഴിവാണ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി എന്ന് പറയുന്നത്. മറ്റുള്ള ഘടകങ്ങളും അതിന് കൂടിച്ചേരുമ്പോൾ ഈ പഞ്ചഭൂത സിദ്ധാന്ത പ്രകാരം ജീവൻ ഇവിടെ നിലനിൽക്കുന്നു. ഇതിലുള്ള ഇംബാലൻസ് എന്ത് സംഭവിക്കുന്നു? നമുക്ക് പലതരത്തിലുള്ള ഡിസോർഡറുകൾക്കും ഡിസ്ഫങ്ഷനുകൾക്കും അത് കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഭൂമിയുടെ നൈസർഗികമായിട്ടുള്ള ആ ഒരു കഴിവ്, ആ മാഗ്നറ്റിക് എനർജി നമുക്ക് എല്ലാ ജീവജാലങ്ങൾക്കും കിട്ടുന്നുണ്ട്. പക്ഷെ ചെറിയൊരു പ്രശ്നം, മനുഷ്യന് കിട്ടുന്നതിൽ ചെറിയ കുറവുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇരുമ്പുകളുടെ ഏകീകരണം, അതുപോലെ തന്നെ നമ്മള് നേരിട്ട് മണ്ണുമായിട്ട് ബന്ധപ്പെടാതെ വരുന്ന, മണ്ണുമായിട്ട് നമുക്ക് നേരിട്ട് സമ്പർക്കം വരാത്തതിന്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ അത് ആ മാഗ്നറ്റിക് എനർജി ഡയറക്റ്റ് കിട്ടുന്നതിൽ നിന്ന് നമുക്ക് കുറവുകൾ വരുത്തി എന്നുള്ളതാണ്. മോഡേൺ സയൻസ് തന്നെ പറയുന്നുണ്ട്, ആധുനിക വൈദ്യശാസ്ത്രം തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന 90% ഡിസീസും ഡിസോർഡറുകളുടെയും മൂല കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയാണ്
ഒരു സിസ്റ്റമാണ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം. രക്തപര്യന വ്യവസ്ഥ എന്നാണ് അതിനെ പറയുന്നത്. രക്തപര്യന വ്യവസ്ഥ അല്ലെങ്കിൽ രക്തചംക്രമണ വ്യവസ്ഥ എന്നതിനെ പറയാറുണ്ട്. ബ്ലഡിന്റെ സർക്കുലേഷൻ ഇത് 24 hours എവരി സെക്കൻഡ് നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ സർക്കുലേഷൻ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രാണനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ജീവവായു, ഓക്സിജനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന റെഡ് ബ്ലഡ് സെൽസുകൾ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോടാനുകോടി കോശങ്ങളിലേക്കും ആ പ്രാണനെ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് എല്ലാ സെക്കൻഡിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ സർക്കുലേറ്ററി സിസ്റ്റത്തിന് എന്തെങ്കിലും പോരായ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന്റെ മറ്റുള്ള എല്ലാ സംവിധാനങ്ങളെയും താറുമാറിലാക്കും, സെല്ലുകളെ ബാധിക്കും, അവയവങ്ങളെ ബാധിക്കും, സിസ്റ്റങ്ങളെ ബാധിക്കും, ഓൾ ബോഡിയുടെ ഫംഗ്ഷനെ മൊത്തത്തിൽ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ മോഡേൺ മെഡിക്കൽ സയൻസ് പറയുന്ന ഒരു കാര്യം തന്നെ 90% ഡിസീസ് ആൻഡ് ഡിസോർഡേഴ്സ് അതുപോലുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങളുടെയും മൂല കാരണം ലാക്ക് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ. ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്ന അപര്യാപ്തത, കുറവ്, ഡിസ്റ്റർബൻസ് ഈ ഒരു പ്രശ്നത്തിന് കാരണമാകുന്നുണ്ട്. പിന്നെ വേറൊരു വിഷയമുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, സ്വാഭാവികമായിട്ടും സർക്കുലേറ്ററി സിസ്റ്റത്തിന് പോരായ്മ വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ സംഭവിക്കുന്ന വേറൊരു പ്രശ്നമുണ്ട്. ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകും. അത് സർക്കുലേഷന്റെ പ്രോബ്ലം കൊണ്ട് മാത്രമല്ല, അല്ലാതെയും ചിലപ്പോൾ ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ രണ്ട് വിഷയങ്ങൾ വരുമ്പോഴാണ് ഒരു കോശത്തിന്, ഒരു സെല്ലിന് അതിന്റെ യഥാർത്ഥ ധർമ്മം നിർവഹിക്കാൻ കഴിയാതെ അത് ഒരു മൃതപ്രായത്തിലേക്ക് പോവുകയോ അതല്ലെങ്കിൽ അതിന് ഘടനാപരമായ വ്യതിയാനങ്ങൾ സംഭവിക്കുകയോ അതല്ലെങ്കിൽ അത് പ്രിമേച്ചർ ഡെത്തിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ സെല്ലുകൾ ആക്റ്റീവ് ആകുമ്പോൾ അവയവങ്ങൾ ആക്റ്റീവ് ആകും. അവയവങ്ങൾ ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ സിസ്റ്റങ്ങൾ എല്ലാം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യും. സിസ്റ്റങ്ങൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതാണ് ഹെൽത്തി ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും അതിന്റെ തുടക്കം ഏതാണ്? സെല്ലുകൾ എനർജൈസർ ആവുക, എനർജറ്റിക് ആവുക, സെല്ലുകൾ ഹെൽത്തി ആവുക എന്നുള്ളതാണ്. സെല്ലുകൾ ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ സർക്കുലേഷൻ പ്രോപ്പർ ആകണം, ഓക്സിജൻ സപ്ലൈ പ്രോപ്പർ ആകണം, വാട്ടർ സപ്ലൈ പ്രോപ്പർ ആകണം, ന്യൂട്രീഷൻ എലമെന്റ്സുകളുടെ സപ്ലൈ പ്രോപ്പർ ആകണം. എല്ലാ ഘടകങ്ങളും പ്രോപ്പർ ആയിട്ട് വരുമ്പോഴാണ് സെല്ലുകൾ ആക്റ്റീവ് ആകുന്നത്. നമ്മുടെ ശരീരത്തിനകത്ത് 80ഓളം അവയവങ്ങളുണ്ട്. 78 അവയവങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. 78 അവയവങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് 78 ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇപ്പോ സയൻസ് 80 അവയവങ്ങളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെസൻട്രിയും അതുപോലെ തന്നെ പിന്നെ ഇൻഡസ്ട്രേഷ്യം എന്ന് പറയുന്ന ഒരു പുതിയ അവയവം കൂടി സയൻസ് കണ്ടുപിടിക്കും. അപ്പൊ 80 അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്, 11-ലധികം വരുന്ന സിസ്റ്റങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇതെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ശരീരത്തിനെ നമ്മൾ എന്ത് പറയും? ആ ശരീരത്തിനെയാണ് ഹെൽത്തി ബോഡി എന്ന് പറയുന്നത്. അപ്പൊ ഹെൽത്തി ബോഡിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം, നമ്മുടെ രക്തത്തിന്റെ പര്യന വ്യവസ്ഥ പ്രോപ്പർ ആവുക എന്നുള്ളതാണ്. അപ്പോ അത് ഇംപ്രോപ്പർ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല വരുന്നത്. ഇത് വരുന്നത് പതിയെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഒരു ഓമന പേരിട്ട് വിളിക്കാറുണ്ട്. അതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ക്രോണിക് ഡിസീസ് എന്ന് പറയും. ക്രോണിക് ഡിസീസ് എന്ന് പറയും. പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല, പെട്ടെന്ന് ഒരു ദിവസം അത് കണ്ടുപിടിക്കപ്പെടും. ഇപ്പൊ BP ഒരു ദിവസം ചെക്ക് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കപ്പെടും, ഷുഗർ ഒരു ദിവസം ചെക്ക് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കപ്പെടും, അല്ലെങ്കിൽ തൈറോയ്ഡ് ഒരു ദിവസം ചെക്ക് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കപ്പെടും, അതല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെയോ വൈറ്റമിൻ B12-ന്റെയോ അല്ലെങ്കിൽ വൈറ്റമിൻ പിന്നെ മറ്റുള്ള വൈറ്റമിന്റെയോ C വൈറ്റമിന്റെ അതിന്റെയൊക്കെ ഡെഫിഷ്യൻസി ഒരു ദിവസം ചിലപ്പോൾ കണ്ടുപിടിക്കപ്പെടും. പക്ഷെ ഇത് എത്രയോ കാലങ്ങളായിട്ട് തുടങ്ങി വെച്ചിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആയിരിക്കും. അപ്പൊ അത് ഉണ്ടാക്കുന്ന ഒരു വിഷയം ഒരു ദിവസത്തിൽ നമ്മൾ കണ്ടുപിടിക്കപ്പെടുന്നു എന്ന് ഉള്ളത് കൊണ്ട് അന്ന് മുതൽ തുടങ്ങി എന്നുള്ളതല്ല, അത് എത്രയോ കാലങ്ങളായിട്ട് തുടങ്ങുന്നതാണ്. ഇതിനെയാണ് ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നത്. മെറ്റാ ഇൻഫ്ലാമേഷൻ എന്നൊക്കെ അതിനെ പറയും. മാത്രമല്ല നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയാറുണ്ട്, ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളാണെങ്കിലും, മെറ്റാ ഇൻഫ്ലാമേഷൻ ആണെങ്കിലും, ക്രോണിക് ഡിസീസുകളാണെന്നുണ്ടെങ്കിലും അതിന്റെ മൂലകാരണത്തെ കുറിച്ചിട്ടാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്. 90% ആ ഡിസീസിന്റെയും ഡിസോർഡറുകളുടെയും. ഇപ്പൊ ഷുഗർ എന്ന് പറയുന്നത്, പ്രമേഹം എന്ന് പറയുന്നത് അതൊരു ഡിസീസ് അല്ല, അതൊരു ഡിസോർഡറാണ്. ഒരു ഓർഡർ തെറ്റിയിരിക്കുകയാണ്. അപ്പൊ അതുപോലുള്ള ഡിസോർഡറുകളുടെയും ഡിസീസിന്റെയും മൂല കാരണം നമ്മുടെ ശരീരത്തിലെ സർക്കുലേഷനിൽ വരുന്ന അപര്യാപ്തത, ഓക്സിജൻ ലെവലിൽ വരുന്ന കുറവ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും? പ്രകൃതിദത്തമായിട്ട് ഇതിനെ മറികടക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് ബയോ മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയും, ജൈവകാന്ത ചികിത്സ എന്ന് പറയും. ഇത് നാച്ചുറോപ്പതിയുടെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആൾട്ടർനേറ്റീവ് ഹീലിംഗ് സപ്പോർട്ടിംഗ് തെറാപ്പിയാണിത്.
ഇതിന് സൈഡ് എഫക്റ്റുകളൊന്നുമില്ല, സീറോ സൈഡ് എഫക്റ്റ് ആണ്, നോൺ ഇൻവാസീവ് ആണ്, ഒരു കോൺട്രാ ഇൻഡിക്കേഷനും ഇത് ബോഡിയിൽ ചെയ്യുന്നില്ല, ഒരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ചെയ്യുന്നില്ല. ഇത് ആകെ ചെയ്യുന്ന ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ സർക്കുലേറ്ററി സിസ്റ്റത്തെ പ്രോപ്പർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ബൈ ഡിഫോൾട്ട് നമ്മുടെ ശരീരത്തിൽ ഓക്സിജന്റെ അളവിനെ ക്രമപ്പെടുത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത് രണ്ടും നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നതോടുകൂടി ശരീരം അതിന്റെ ആ ബാലൻസിലേക്ക് വരാൻ സഹായിക്കുന്നു, സെല്ലുകളെ ആക്റ്റീവ് ആക്കാൻ സഹായിക്കുന്നു, സ്വാഭാവികമായിട്ടും അവയവങ്ങൾ ആക്റ്റീവ് ആകുന്നു, സിസ്റ്റങ്ങൾ ആക്റ്റീവ് ആകുന്നു, നമ്മളൊരു ഹെൽത്തി കണ്ടീഷനിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ബയോമാഗ്നറ്റിക് തെറാപ്പി ആർക്ക് വേണമെങ്കിലും സിമ്പിൾ ആയിട്ട് നമുക്ക് അത് പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്നതാണ്. ഒരു സൈഡ് എഫക്റ്റും ഇതിനില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, മാഗ്നറ്റിക് തെറാപ്പി, അതിന്റെ ഹീലിംഗ് ഇതിനൊക്കെ കുറിച്ചിട്ട്. നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളുടെ ഡിവൈസുകളിൽ ഉപയോഗപ്പെടുത്തുന്ന മാഗ്നറ്റ് എന്ന് പറയുന്നത് നിയോഡൈമിയം എന്ന് പറയുന്ന മാഗ്നറ്റ് ആണ്. അതിലെ ഗ്രേഡ് N35 വരുന്ന മാഗ്നറ്റുകളാണ്. ഏകദേശം 5000 ഗോസ് പവർ വരെയൊക്കെ വരുന്ന മാഗ്നറ്റ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിനകത്ത് ഒരു സൗഖ്യം കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നു. ഇതിന് ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല എന്ന് പറഞ്ഞു. 100% നാച്ചുറൽ മാഗ്നറ്റ് ആണ്. ഇത് സിന്തറ്റിക് മാഗ്നറ്റ് അല്ല, നാച്ചുറൽ മാഗ്നറ്റ് ആണ് നിയോഡൈമിയം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തില് സർക്കുലേഷനെ പ്രോപ്പർ ആക്കാൻ വേണ്ടി ഒരു ഹോളിസ്റ്റിക് ഹീലിംഗ് നമ്മുടെ ശരീരത്തിന് തരാൻ വേണ്ടി അത് സഹായിക്കുന്നു. റീസ്റ്റോർ ഒപ്റ്റിമൽ pH ആൻഡ് ഹോമിയോസ്റ്റാസിസ്, അതായത് നമ്മുടെ ശരീരത്തിലെ ആ pH ബാലൻസിനെ അതിന്റെ ഒരു പരമാവധിയിൽ അതിന്റെ ഗുണകരമായ അവസ്ഥയിൽ നിലനിർത്താനും ഒരു ആന്തരിക സൗഖ്യം കൊടുക്കാനും സഹായിക്കുന്നു എന്നുള്ളതാണ്. ഒപ്റ്റിമൽ ഓർഗൻ ഫംഗ്ഷൻ, ശരിയായ രീതിയിൽ പരമാവധി ഓർഗാനുകളുടെ ഫംഗ്ഷനുകളെ, അവയവങ്ങളുടെ ഫംഗ്ഷനുകളെ എൻകറേജ് ചെയ്യാൻ വേണ്ടി അത് സഹായിക്കുന്നുണ്ട്. നോർമലൈസ് ഇൻഫ്ലാമേഷൻ റെസ്പോൺസ്, ശരീരത്തിലെ ഇൻഫ്ലാമേഷൻ ഉണ്ടാക്കാനുള്ള ആ ഒരു ടെൻഡൻസിയെ നേരിടുകയും ഇൻഫ്ലാമേഷന്റെ അളവിനെ ലഘൂകരിക്കുകയും ചെയ്യുന്നു. രോഗാവസ്ഥകളുടെ തുടക്കങ്ങളിലെ ഒക്കെ നമുക്ക് ഇൻഫ്ലാമേഷൻ എന്ന് പറയാം, നീർക്കെട്ടുകളെ രോഗാവസ്ഥകളുടെ തുടക്കങ്ങളൊക്കെ ഇൻഫ്ലാമേഷനിലാണ് വരുന്നത്. സ്റ്റിമുലേറ്റ് ഡിറ്റോക്സിഫിക്കേഷൻ, ഡീടോക്സിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിന്യ നിർമ്മാർജ്ജനം. നമ്മുടെ ശരീരത്തിനകത്ത് ഒരുപാട് ബയോ കെമിക്കൽ ആക്ടിവിറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ജൈവരാസ പ്രവർത്തനങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ ഈ ജൈവരാസ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന രാസമാലിന്യങ്ങളെ ശരീരത്തിന് പുറന്തള്ളപ്പെടേണ്ടതുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് അത് വേണ്ട പോലെ നടക്കാതെ വരികയും ടോക്സിനുകൾ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മളൊക്കെ അമിതമായിട്ടൊക്കെ മെഡിസിനുകളൊക്കെ ഉപയോഗിക്കുന്ന രാസൌഷധങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിലൊക്കെ തന്നെ ഇത് ഈ ടോക്സിൻ അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ടോക്സിനുകളും പോയിസൺസുകളും ഒക്കെ കൃത്യമായിട്ട് പുറന്തള്ളപ്പെടണം. വേർപ്പിലൂടെ, യൂറിനിലൂടെ, മോഷനിലൂടെ ഒക്കെ പുറന്തള്ളപ്പെടണം. അപ്പൊ ആ ടോക്സിനുകളെ റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയെ ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. റിലീസ് ഇമോഷണൽ ട്രോമാസ്, വൈകാരിക ആഘാതങ്ങൾ എന്ന് പറയും, അതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതില് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളുടെ ഒരുപാട് ബെനിഫിറ്റ്, അതിന് ഒരു തരം രണ്ട് അങ്ങനെയുള്ള അതല്ല, നമ്മുടെ ഓൾ ബോഡിയുടെ ഫംഗ്ഷനെ മൊത്തത്തിൽ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇംപ്രൂവ്സ് ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് ഓക്സിജനേഷൻ, ഹെൽപ്സ് റിമൂവ് ബ്ലോക്കേജ് ആൻഡ് റിഡ്യൂസ് ഇൻഫ്ലാമേഷൻ, നമ്മുടെ രക്തക്കുഴലുകൾ ഉണ്ടാകുന്ന ബ്ലോക്കേജുകളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് നമുക്ക് ചെയ്തു തരും. അതുപോലെ തന്നെ എൻഹാൻസസ് ഓവറോൾ വെൽബീയിങ് ആൻഡ് എനർജി, നമ്മുടെ ശരീരത്തിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഒരു സൗഖ്യത്തിന് വേണ്ടിയിട്ട് അത് പ്രയത്നിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സുകളുടെ ഡിപ്പോസിറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി, റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു എന്നുള്ളതാണ്. ഈ ശ്രേണിയിലെ ആദ്യത്തെ ഉൽപ്പന്നം എന്ന് പറയുന്നത് ബയോമാഗ്നറ്റിന്റെ മാട്രസ് പാഡും പില്ലോ പാഡും ആണ്. ബയോമാഗ്നറ്റിന്റെ മാട്രസ് പാഡും പില്ലോ പാഡും ആണ്. നമുക്കൊക്കെ വിശ്രമം വളരെ ആവശ്യമാണ്. ഒരു ദിവസത്തിൽ 6-7 മണിക്കൂർ, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ 8-10 മണിക്കൂറൊക്കെ ഉറങ്ങണം എന്ന് പറയുന്നത്. മുതിർന്നവരാണെങ്കിൽ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങണം. ഉറങ്ങാത്തൊരു ശരീരത്തിൽ, ഉറക്കം കുറവുള്ള ഒരു ശരീരത്തിൽ പലതരത്തിലുള്ള ഡിസോർഡറുകൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. കാര്യം എന്താണെങ്കിൽ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിലെ പലതരത്തിലുള്ള ടോക്സിനുകളെ റിമൂവ് ചെയ്യുന്ന പ്രക്രിയകളൊക്കെ നടക്കുന്നത്. എന്ന് പറഞ്ഞെങ്കിൽ അവിടെ ഒരുപാട് മെക്കാനിക് പ്രോഗ്രസ്സുകളൊക്കെ നടക്കുന്നത് ആ ഒരു സമയത്താണ്, ഉറങ്ങുന്ന സമയത്താണ്.
പ്രത്യേകിച്ച് ലിവറിലൊക്കെ ഉള്ള ടോക്സിനൊക്കെ റിമൂവ് ചെയ്യുന്നതും അതുപോലെ തന്നെ അങ്ങനെ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഉറക്കമാണ്. അപ്പോൾ ഉറക്കം ഇല്ലാതായാൽ, ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ, ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രക്രിയകളൊക്കെ തന്നെ താളം തെറ്റിപ്പോകും. അത് നമുക്ക് ക്രോണിക് ഫാറ്റിഗിലേക്കും അങ്ങനെയുള്ള പല വിഷയങ്ങളിലേക്ക് പോകാൻ, ഡിസോർഡറുകളൊക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതൽ വരുന്നുണ്ട്. BP-യിലൊക്കെ വേരിയേഷൻ വരാനുള്ള ചാൻസസ് ഒക്കെ വരാനുണ്ട്. അപ്പോ മാട്രസ് പാഡിൽ നമ്മൾ കിടക്കുമ്പോൾ ആദ്യത്തെ ഗുണം നല്ല സുഖകരമായിട്ട് ഉറക്കം കിട്ടുന്നു എന്നുള്ളതാണ്. നല്ല ഗുഡ് സ്ലീപ്പ് നമുക്ക് കിട്ടുന്നു. ഇസ്നോമിയ പോലുള്ള പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ഇത് വളരെ എഫക്റ്റീവ് ആണ്. 6-7 മണിക്കൂർ കിടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഒരു ബയോമാഗ്നറ്റിക് എനർജി നമുക്ക് കിട്ടുന്നു. അത് നമ്മുടെ സെല്ലുകൾ ആക്റ്റീവ് ആക്കാൻ സഹായിക്കുന്നു, സർക്കുലേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടി സഹായിക്കുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഈ മാട്രസ് പാഡും പില്ലോ പാഡും ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഹെൽപ്പ് ടു കൺട്രോൾ മൾട്ടിപ്പിൾ ബ്ലഡ് വെസൽസ് ബ്ലോക്കേജ്. നമ്മുടെ ബ്ലഡ് രക്തക്കുഴലുകൾക്കകത്ത് ഉണ്ടാകുന്ന മൾട്ടിപ്പിൾ ബ്ലഡ് വെസൽസ് ബ്ലോക്കേജുകളെ റെഡ്യൂസ് ചെയ്യാൻ, കുറയ്ക്കാൻ, അല്ലെങ്കിൽ അത് വരാതിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഉപയോഗം, ഒരു ഗുണം നമുക്ക് കിട്ടുന്നു. ടോപ്പ് ടു ബോട്ടം ലെവൽ റിലീഫ് ഫ്രം ബോഡി പെയിൻ. നമ്മുടെ ഉച്ച മുതൽ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വരുന്ന ബോഡി പെയിനുകളെ കുറയ്ക്കാൻ വേണ്ടി, ഇൻഫ്ലാമേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളായിട്ടുള്ള കൊളസ്ട്രോള്, BP, ഡയബറ്റിക് പോലുള്ള പ്രശ്നങ്ങൾ, ഇതിനൊക്കെ തന്നെ കുറയ്ക്കാനും അത് ക്യൂർ ചെയ്യാനും വേണ്ടി സഹായിക്കുന്നു. പിന്നെ ബോൺ ഫ്രാക്ചർ ജോയിന്റ്, ബോണിന് വരുന്ന ഫ്രാക്ചർ ജോയിന്റ് പ്രോബ്ലത്തിനൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അതിന് റിലീഫ് കൊടുക്കുന്നതിനും ഓവർകം ചെയ്യുന്നതിനും സഹായിക്കുന്നു. വെരി യൂസ്ഫുൾ ഇൻ ഹെഡേക്ക്, മൈഗ്രെയിൻ, വെർട്ടിഗോ, വെരിക്കോസ് വെയിൻ, അസിഡിറ്റി ആൻഡ് തൈറോയിഡ്. അപ്പോൾ ഈ മൈഗ്രെയിൻ പോലുള്ള തലവേദനകളൊക്കെ എത്രയോ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇയർ ഇംബാലൻസിന്റെ പ്രശ്നമുള്ള ആളുകൾ, ഈക്വിലിബ്രിയത്തിന്റെ പ്രോബ്ലം ഉള്ള ആളുകൾ, വെർട്ടിഗോ പോലുള്ള ഇപ്പോഴും തലചുറ്റൽ ഉണ്ടാകുന്ന ആളുകൾ, വെരിക്കോസ് വെയിൻ, അതുപോലെ അസിഡിറ്റിയുടെ പ്രോബ്ലം, ഇതിനൊക്കെ തന്നെ ഇതൊരു രോഗത്തിനെതിരെ ഇത് പ്രതികരിക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ ശരീരത്തിന് തന്നെ ഹീലിംഗ് ചെയ്യാനുള്ള കഴിവുണ്ട്. സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി നമ്മുടെ ബോഡിക്കുണ്ട്. ആ സെൽഫ് ഹീലിംഗ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു? അതിനെ ഉദ്ദീപിപ്പിച്ചു കൊടുക്കുന്നു, അപ്ലിഫ്റ്റ് ചെയ്തു കൊടുക്കുന്നു, അതിനൊന്ന് ഉയർത്തി കൊടുക്കുന്നു. അങ്ങനെ ശരീരത്തിന്റെ തന്നെ സ്വാഭാവികമായ ആ കഴിവിനെ പ്രകൃതിദത്തമായ ഒരു സംവിധാനം കൊണ്ട് ഉദ്ദീപിപ്പിക്കുമ്പോൾ അത് നമുക്ക് കേടുപാടുകളില്ലാതെ, ഡാമേജ് ഇല്ലാതെ, സൈഡ് എഫക്റ്റുകൾ ഇല്ലാതെ ആ ഗുണം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. വെരി യൂസ്ഫുൾ ഓഫ് സ്ലീപ്പിംഗ് ഡിസോർഡർ പേഷ്യൻസ്, ഇസ്നോംനിയ പോലുള്ള പ്രശ്നമുള്ള ആളുകൾക്ക്. അതുപോലെ തന്നെ ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് ഓക്സിജൻ ലെവൽ, ശരീരത്തിലെ ഓക്സിജൻ സാച്ചുറേഷൻ ലെവൽ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് രോഗമില്ലാത്ത ആളുകളും രോഗമുള്ള ആളുകളും ഇത് ഉപയോഗിക്കണം എന്ന് പറയാനുള്ള കാരണം നമ്മുടെ ഒപ്റ്റിമൽ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി, ഒപ്റ്റിമൽ ഹെൽത്തിൽ നമുക്ക് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് വാട്ടർ എനർജി പാഡാണ്. വാട്ടർ എനർജി പാഡ് എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളക്കുപ്പിയുടെ മുകളിൽ റാപ്പ് ചെയ്യുന്ന ഒരു എനർജി പാഡാണ്. ഇത് ചുറ്റിയിട്ടുള്ള വെള്ളം ഒരു അരമണിക്കൂറിന് ശേഷം നമ്മൾ കുടിക്കുമ്പോൾ നാച്ചുറൽ വാട്ടറാണ് നമ്മൾ കുടിക്കേണ്ടത്. നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ശുദ്ധമായ പച്ചവെള്ളമാണ് ശരിക്കും നമ്മൾ കുടിക്കേണ്ടത്. അതിന് ഒരുപാട് ഔഷധ മൂല്യങ്ങളുണ്ട്, ഔഷധ ഗുണങ്ങളുണ്ട്. നമ്മുടെ ബോഡിയുടെ മെറ്റാബോളിസം നോർമൽ ആകുന്നതിനും, pH ബാലൻസ് കറക്റ്റ് ചെയ്യുന്നതിനും, ബോഡി ടെമ്പറേച്ചർ നോർമൽ ആകുന്നതിനും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ജോയിന്റ് സപ്പോർട്ടിന് വേണ്ടിയിട്ട്, മസിലുകളുടെ റിലാക്സേഷന് വേണ്ടി, ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, കണ്ണിന്റെ കാഴ്ച മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, ബ്രെയിനിന്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട്, സ്കിന്നുകളുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒക്കെ തന്നെ വെള്ളം വളരെ അത്യാവശ്യമാണ്. അപ്പൊ വെള്ളത്തിന്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. നിർജ്ജലീകരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ വരുന്ന സമയത്ത് ബോഡിയുടെ എല്ലാ പ്രവർത്തനങ്ങളും താറുമാറിലാകും. അപ്പൊ ബോഡി എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി ഇരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മുടെ മാഗ്നറ്റൈസർ വാട്ടർ കുടിക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ഗുണപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റിൽ, അതായത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ വളരെ ഇൻസ്റ്റാന്റ് ആയിട്ട് ബോഡി ഹൈഡ്രേറ്റഡ് ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗുണം മാഗ്നറ്റൈസർ വാട്ടർ ഉണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സാധാരണ വെള്ളം കുടിക്കുന്നതിനേക്കാളുള്ള പെട്ടെന്ന് മാറ്റം ഫീൽ ചെയ്യുന്ന 2-3 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാം. ഒന്ന്, ഈ വോണ്ടുകളുള്ള, മുറിവുകളുള്ള ആളുകള് നമ്മുടെ മാഗ്നറ്റൈസർ വാട്ടർ കുടിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യാനും ഉണങ്ങാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു ബോഡി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അതൊരു വെള്ളം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു യൂണിവേഴ്സൽ മെഡിസിൻ ആണ്. ഒരുപാട് രോഗങ്ങളെ ശമിപ്പിക്കാനും നമുക്ക് സൗഖ്യം തരാനും കഴിവുള്ള ഒന്നാണ് ശുദ്ധമായ പച്ചവെള്ളം എന്ന് പറയുന്നത്. ആ മാഗ്നറ്റൈസർ കുടിക്കുമ്പോൾ അതിന് കുറച്ചും കൂടി ഗുണം ചെയ്യുന്നു. ടു റിമൂവ് ബാഡ് ഓർഡർ, ശരീരത്തിൽ ഉണ്ടാകുന്ന ദുർഗന്ധം പോലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. പ്രിവെൻസ് ഹാർട്ട് ഡിസീസുകളെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു.
ഹാർട്ട് ഡിസീസ് ഉള്ള ആളുകൾ കുറെ വെള്ളം കുടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അതൊക്കെ ഡോക്ടർ പറഞ്ഞ അനുശാസിക്കുന്ന അളവിലേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു ഹെൽത്തി കണ്ടീഷനുള്ള ഒരു വ്യക്തിയുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒപ്റ്റിമൈസ് ഓക്സിജൻ ലെവല്, നമ്മുടെ ഓക്സിജൻ ലെവലിനെ അത് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി അതിന്റെ ആ പരമാവധി തുലനാവസ്ഥയിൽ നിലനിർത്താൻ വേണ്ടി സഹായിക്കും ഓക്സിജൻ ലെവൽ. കാരണം എന്താണെങ്കിൽ വെള്ളത്തിനകത്ത് എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്. H2O എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഹൈഡ്രജൻ ഒരു ഓക്സിജൻ ആണല്ലോ വരുന്നത്. അപ്പൊ ആ റിച്ച് ഓക്സിജന് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാഗ്നറ്റ് വാട്ടർ എനർജി പാഡ് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതുപോലെ റിഫ്ലക്സ് അസിഡിറ്റി പ്രോബ്ലം, ഗ്യാസ്, നെഞ്ഞെരിച്ച, ചെസ്റ്റ് പെയിൻ ഇതുപോലുള്ള പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട്, ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് മാഗ്നറ്റൈസ്ഡ് വാട്ടർ വളരെ എഫക്റ്റീവ് ആണ്. അതുപോലെ പൈൽസ്, ഹീബ്രോയിഡ്സ് പോലുള്ള പ്രശ്നങ്ങൾ, സ്റ്റൊമക് അൾസർ, ഇതിനൊക്കെ തന്നെ ശുദ്ധമായ പച്ചവെള്ളം, ശുദ്ധമായ ജലം മാഗ്നറ്റൈസ് ചെയ്ത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഫോർ ക്വിക്ക് റിക്കവറി ഫ്രം ഫീവർ, പനിയുള്ള സമയത്തൊക്കെ മാഗ്നറ്റൈസ്ഡ് വാട്ടർ നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന് മോചനം നേടാനുള്ള ഒരു കഴിവുണ്ട്. പിന്നെ ഡൈജഷൻ പ്രോപ്പർ ആക്കാൻ സഹായിക്കുന്നു, കോൺസ്റ്റിപ്പേഷനെ ഒഴിവാക്കാൻ സഹായിക്കുന്നു, ജോയിന്റുകളിൽ സപ്പോർട്ട് ചെയ്യുന്നു, സ്റ്റിഫ്നെസ് ഒക്കെ പോകാനും, മസിൽ സ്റ്റിഫ്നെസ് പോകാനും, ജോയിന്റ് സ്റ്റിഫ്നെസ് പോകാനൊക്കെ വെള്ളം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാഗ്നറ്റൈസ്ഡ് വാട്ടർ കറക്റ്റ് അളവിൽ കുടിക്കുന്ന ആളുകൾക്ക് ശരീരവേദന, ബോഡി പെയിൻ ഒക്കെ കുറയാനുള്ള കാരണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാധാരണ വെള്ളം നമ്മൾ കുടിക്കുന്നതിനേക്കാൾ ഒരു 6 ഇരട്ടി ഗുണം മാഗ്നറ്റൈസ്ഡ് വാട്ടർ കുടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. വെള്ളത്തിന്റെ വിസ്കോസിറ്റി കുറയ്ക്കാൻ സഹായിക്കുന്നു. കുടിക്കുന്ന സമയത്ത് തന്നെ വളരെ പെട്ടെന്ന് ബോഡി ഹൈഡ്രേറ്റഡ് ആകുന്നു, നമ്മുടെ ഫംഗ്ഷനുകൾ നോർമൽ ആകുന്നു. പ്രത്യേകിച്ച് മെറ്റാബോളിസം, കാറ്റബോളിസം, അനാബോളിസം പോലുള്ള ഉപാപചയ പ്രവർത്തനങ്ങളെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഹൃദയത്തിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു, ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറയ്ക്കുന്നു, ബ്ലഡിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇതൊക്കെ തന്നെ മാഗ്നറ്റൈസ്ഡ് വാട്ടറിന്റെ ഗുണങ്ങളാണ്. പിന്നെ നമുക്കുള്ളത് ചെടികൾക്ക് ഈ വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ, പ്ലാന്റ്സിന്, ഈ പ്ലാന്റുകൾക്ക് ഈ വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഗ്രോത്ത് വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. പിന്നെ പെറ്റ്സുകൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവയുടെ പെർഫോമൻസ്, അവയുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെട്ടു വരാൻ സഹായിക്കുന്നു. പിന്നെ ലിവർ ഡിസീസുകൾ, ലിവറിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ലിവർ പ്രോബ്ലം ഒക്കെ തന്നെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നു. കോൺസ്റ്റിപ്പേഷൻ ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്നു. മൈഗ്രെയിൻ പ്രോബ്ലം, ആങ്സൈറ്റി പോലുള്ള, ഉത്കണ്ഠ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. പിന്നെ ബയോമാഗ്നറ്റിന്റെ റിസ്റ്റ് ബാൻഡും ബ്രേസ്ലെറ്റും നമുക്കുണ്ട്. റിസ്റ്റ് ബാൻഡും ഉണ്ട്, ബ്രേസ്ലെറ്റും ഉണ്ട്. ഇതെല്ലാം ഒരു പാക്കേജിലാണ് വരുന്നത്. ബ്രേസ്ലെറ്റിനകത്തും മാഗ്നറ്റ് ഉണ്ട്, റിസ്റ്റ് ബാൻഡിനകത്തും മാഗ്നറ്റ് ഉണ്ട്. ഇത് BP കൂടുതലുള്ള ആളുകളും നോർമൽ BP ഉള്ള ആളുകളും വലത് കൈയിലാണ് ഇത് ധരിക്കേണ്ടത്. ലോ BP ഉള്ള ആളുകൾ ഇടത് കൈയിലാണ് ധരിക്കേണ്ടത്. അതാണ് അതിന്റെ എഫക്റ്റ് കൂടുതലായിട്ട് കാണുന്നത്. ഇപ്പൊ BP നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നു, ശരീരത്തിൽ പെയിൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, ഇൻഫ്ലാമേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു, വളരെ ഇൻസ്റ്റാന്റ് ആയിട്ട് എനർജിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ 2 കാര്യങ്ങളെ ഈ റിസ്റ്റ് ബാൻഡ് പ്രതിരോധിക്കും. ഒന്ന്, അറ്റാക്ക് വരാനുള്ള ചാൻസ്, 2 സ്ട്രോക്ക് വരാനുള്ള ചാൻസിനെ ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മളെ ശരീരം കെട്ടുന്ന സമയത്ത്, റിസ്റ്റ് ബാൻഡ് കെട്ടുന്ന സമയത്ത് നമ്മുടെ പ്രവർത്തനങ്ങളെ, ശരീരത്തിലുള്ള ഓൾ ബോഡി പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ, പ്രത്യേകിച്ച് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതൊക്കെ തന്നെ, അത് ബ്ലഡ് റിലേറ്റഡ് ആണ്, പ്രൊട്ടക്ട് ചെയ്യുന്നതിനൊക്കെ തന്നെ ഈ റിസ്റ്റ് ബാൻഡ് കെട്ടുന്നത് വളരെ അഭികാമ്യമാണ്. തൈറോയിഡിന് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ. അതുപോലെ അസിഡിറ്റി, കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഒക്കെ തന്നെ. അപ്പോൾ അത് ഇന്ന രോഗങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു 99% വരുന്ന ഡിസീസിന്റെയും ഡിസോർഡറുകളുടെയും ഡിസ്ഫങ്ഷനുകളുടെയും മൂല കാരണം ബ്ലഡ് സർക്കുലേഷന്റെ അപര്യാപ്തതയും ഓക്സിജന്റെ കുറവ് കൊണ്ടാണെന്നുണ്ടെങ്കിൽ അത് രണ്ടും പരിഹരിക്കപ്പെടുമ്പോൾ, നമ്മുടെ ബയോമാഗ്നറ്റിക് ഡിവൈസുകൾ ഉപയോഗിക്കുമ്പോൾ അത് പരിഹരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിൽ ഹീലിംഗ് വരുന്നു, സൗഖ്യാവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മൾ ഫീൽ ചെയ്യുന്ന, അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പതിയെ മാറുവാൻ അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. ഇത്രയാണ് ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമ്മുടെ ഒരു വേറെ മേഖല എന്ന് പറയുന്നത് ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റ് ആണ്. ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് നാച്ചുറൽ ആയിട്ട് പോഷണം കൊടുത്തുകൊണ്ട് ആരോഗ്യ സംരക്ഷണം, രോഗനിവാരണം, അതുപോലെ തന്നെ പ്രിവെൻഷൻ, പ്രതിരോധം, ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന പ്രകൃതിദത്തമായിട്ടുള്ള
സപ്ലിമെന്റുകൾ, ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ് എന്ന് പറയുന്നത്, അതിൽ നമുക്കൊരു വലിയ ശ്രേണി തന്നെയുണ്ട്. പക്ഷെ ഇന്ന് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മുടെ എവരിഡേ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. കാരണം ശരീരത്തിന് എപ്പോഴും ന്യൂട്രീഷൻ ആവശ്യമാണ്, പോഷകങ്ങൾ ആവശ്യമാണ്. അപ്പോഴാണ് പോഷക ദാരിദ്ര്യം ഇല്ലാതെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അപ്പൊ ഇത് ഇന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ഹെവി ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ചെന്നുകൊണ്ടിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ആണ്, ഫാറ്റ് ആണ്, അതുപോലെ തന്നെ മറ്റു കൊഴുപ്പുള്ള സാധനങ്ങളാണ്, ഓയിലാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ദോഷകരമായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് കൂടുതൽ ചെല്ലുകയും മൈക്രോ ന്യൂട്രിയൻസ് പോലുള്ള ന്യൂട്രീഷനുകളുടെ വൈറ്റമിൻസ്, മിനറൽസ്, മൈക്രോ ന്യൂട്രിയൻസ് പോലുള്ള വിഭാഗങ്ങൾ അളവ് കുറയുകയും ചെയ്യുമ്പോൾ ഈ ഇംബാലൻസ് നമ്മുടെ ശരീരത്തിലെ സെല്ലുകളെ ബാധിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ കഴിക്കണം എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിക്കുമ്പോൾ ആ കുറവുകൾ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം പ്രകൃതിദത്തമായ സോഴ്സിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു സൈഡ് എഫക്റ്റും വരുന്നില്ല എന്നുള്ളതാണ്. ഇതിലുള്ള എല്ലാ സപ്ലിമെന്റുകളും എല്ലാ സമയത്തും കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അതിന് ഒരു ഘട്ടം നിശ്ചയിച്ച് മാറി മാറി കഴിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് കാൽസ്യം ടാബ്ലറ്റ്, നമുക്ക് 360 ദിവസം കാൽസ്യം ടാബ്ലറ്റ് കഴിക്കേണ്ട കാര്യം വരുന്നില്ല. നമുക്കൊരു 3 മാസം കൂടുന്ന സമയത്ത് ഒരു കോഴ്സ് കൊടുക്കുക, ഒരു 60 എണ്ണത്തിന്റെ കോഴ്സ് കൊടുക്കുക, അടുത്തൊരു 3 മാസം കഴിഞ്ഞിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്കൊരു മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി, ആ ഡെഫിഷ്യൻസി ഇല്ലാതാക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യും. ഇങ്ങനെ ഓരോ ഒമേഗ ആണെങ്കിലും അതുപോലെ തന്നെ സ്പൈറലിനൊക്കെ നമുക്ക് ഡെയിലി കഴിക്കാവുന്ന ഒരു ഫുഡാണ് സ്പൈറലിൻ എന്നൊക്കെ പറയാം. അതിനെ കുറിച്ചിട്ടുള്ള ക്ലാസ് വേറൊരു ദിവസം നമ്മൾ വരുന്നുണ്ട്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് ഹാർട്ട് കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഹാർട്ട് കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ കുറിച്ചിട്ടാണ്. മണിരായയുടെ വളരെ പ്രബലമായിട്ടുള്ള, വളരെ ഗംഭീരമായിട്ടുള്ള, വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള, വളരെ നെസസറി ആയിട്ടുള്ള, എല്ലാ ആളുകളും ഉപയോഗിക്കേണ്ട, നിർബന്ധമായും കഴിക്കേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് ഹാർട്ട് കെയർ എന്ന് പറയുന്ന നമ്മുടെ പ്രൊഡക്റ്റ്. ആയുഷ് സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ് ഇത്. പ്രകൃതിദത്തമായ ഫോർമുലകളിൽ നിന്നാണ് എടുക്കുന്നത്. നമ്മുടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്തമായ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് ആണ് ഹാർട്ട് കെയർ എന്ന് പറയുന്നത്. ഹൃദയം നമ്മുടെ ശരീരത്തിന്റെ അത്രത്തോളം പ്രധാനപ്പെട്ട അവയവമാണ്. നമ്മൾ എല്ലാം പറയാറുണ്ട്, എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് പറയാറുണ്ട്, എൻ്റെ ഹൃദയത്തിനോട് ഞാൻ ചേർത്ത് വെക്കുന്നു എന്ന് പറയാറുണ്ട്, എൻ്റെ ഹൃദ്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറയാം. അപ്പൊ എല്ലാം ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഒരു എപ്പോഴും ഒരു സംരക്ഷണ കവചം കൊടുക്കേണ്ട, നമ്മുടെ ജീവനെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്ന് നമ്മുടെ ഹാർട്ടാണ്. അപ്പോൾ ആ ഹൃദയത്തെ സംരക്ഷിക്കാനുള്ള മണിരായയുടെ ഗംഭീരമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഹാർട്ട് കെയർ എന്ന് പറയുന്നത്. ഇപ്പോ ഹാർട്ട് കെയർ എന്താണ്, എന്തിനു വേണ്ടി, അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ചോദ്യം. എന്തിനു വേണ്ടി ഹാർട്ട് കെയർ നമ്മൾ കഴിക്കണം എന്ന് ചോദിച്ചാൽ, ഇത് കഴിഞ്ഞ വർഷത്തിൽ വന്ന റിപ്പോർട്ടാണ്. പെട്ടെന്നുള്ള മരണം കൂടി എന്ന് പറയുന്ന നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോന്റെ റിപ്പോർട്ടാണ്, NCRBയുടെ റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ട് കുറെ ആളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ റിപ്പോർട്ട് നമുക്ക് തരുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. ആ സന്ദേശം എന്ന് പറയുന്നത്, ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണം കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസാണ്, ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ടാണ്, ഹൃദയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കുഴഞ്ഞു വീണ മരണങ്ങൾ, പെട്ടെന്നുള്ള ഹൃദയാഘാതം, പെട്ടെന്നുള്ള മരണങ്ങൾ, ഉറക്കത്തിൽ മരിച്ചു പോവുക, സഡൻ ഡെത്ത്, ഇതൊക്കെ തന്നെ നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലാണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ രണ്ടാമത്തെ സ്ഥാനം നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഈ കുഴഞ്ഞു വീണ മരണങ്ങളിൽ. ഭക്ഷണ കാര്യങ്ങളിലുള്ള ശ്രദ്ധയില്ലായ്മ, ഉറക്കക്കുറവ്, ടെൻഷന്റെ ആധിക്യം, അതുപോലെ തന്നെ പലതരത്തിലുള്ള നമ്മുടെ അറിവില്ലായ്മകളൊക്കെ തന്നെ ഈ ഒരു പെട്ടെന്നുള്ള മരണം എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിന് ഹേതുവായിട്ട് ഭവിക്കുന്നുണ്ട്. ഇതിൽ NCRB പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ വലതു ഭാഗത്ത് ചെറിയ കോളം കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ ഹൃദ്രോഗ സാധ്യത കൂടുതൽ എന്നാണ് പറയുന്നത്. NCRB എന്ന് പറയുന്ന നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്ന് പറയുന്നത് ആ ഏജൻസിനെ ചെറുതായി നമ്മൾ കാണണം, അതൊരു നാഷണൽ ഏജൻസിയാണ്. അവർ പറയുന്നത് കേരളത്തിലെ 20% ആളുകൾക്ക് ഹൃദ്രോഗ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഇന്ന് ഹൃദ്രോഗ സാധ്യത കണ്ടെത്താത്ത ഒരാൾക്ക് നാളെ വരാനുള്ള ചാൻസ് എല്ലാം കൊണ്ടും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഹൃദയത്തെ പരിരക്ഷിക്കേണ്ട ചുമതല അവനവനിൽ തന്നെ നിക്ഷിപ്തമാണ്. എൻ്റെ ഹാർട്ടിനെ സംരക്ഷിക്കേണ്ടത് ഞാനാണ്, നിങ്ങളുടെ ഹാർട്ടിനെ സംരക്ഷിക്കേണ്ടത് നിങ്ങളാണ്. അപ്പൊ അതിന് ഇന്ന് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിനും ഹൃദയത്തിന്റെ സംരക്ഷണത്തിനുള്ള പോഷകങ്ങളൊന്നും കിട്ടണമെന്നൊന്നുമില്ല. അത് ഒരുപാട് അപര്യാപ്തതകൾ അവിടെ വരുന്നുണ്ട്. ആ കുറവുകളെ നമ്മൾ പരിഹരിച്ച് അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുത്ത്, അതിനൊരു കവറിങ് കൊടുത്ത്, അതിനൊരു സംരക്ഷണ കവചം കൊടുത്ത് അതിനെ പരിരക്ഷിക്കാൻ കഴിഞ്ഞാൽ നമുക്ക്
ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ, ഹൃദയത്തിന്റെ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നു. അതിന് പര്യാപ്തമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഈ കോവിഡിന് ശേഷം ആണ് ഈ കുഴഞ്ഞു വീണ മരണങ്ങളുടെ അളവ് വളരെയധികം കൂടിയിട്ടുള്ളത്. കോവിഡിന് ശേഷമാണ് അത് കൂടിയിട്ടുള്ളത്. അപ്പോ കേരളത്തിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും, കഴിഞ്ഞ 5 വർഷം കൊണ്ട് എത്രയോ ആളുകളാണ്, ചെറുപ്പക്കാരായ ആളുകളൊക്കെ മരിച്ചു പോയിട്ടുള്ളത്. ഇതിൽ ഡോക്ടർമാര് അങ്ങനെ കുഴഞ്ഞു വീണ മരണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരായ ഡോക്ടർ ഗൗരവ് ഗാന്ധിയെ പോലുള്ള 41 വയസ്സുള്ള പ്രഗത്ഭനായിട്ടുള്ള, ഇന്ത്യയിൽ അറിയപ്പെടുന്ന കാർഡിയോളജിസ്റ്റ് ആയ ഒരു വ്യക്തി പോലും കഴിഞ്ഞ വർഷം അദ്ദേഹം മരിച്ചത് പെട്ടെന്ന് പിന്നെ കുഴഞ്ഞു വീണ് പെട്ടെന്ന് മരിക്കാനുണ്ടായി. അപ്പൊ അവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പ്രേംലാൽ പോലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള, പരിണിതപ്രജ്ഞരായിട്ടുള്ള, ആ മേഖലയിലെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഡോക്ടേഴ്സിന് പോലും ഈ കുഴഞ്ഞു വീണ മരണത്തിന് അവർ വിധേയരാകുന്നു എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഇതുപോലുള്ള പ്രോഡക്റ്റിന്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കണം. ഹാർട്ട് കെയർ പോലുള്ള ഉൽപ്പന്നത്തെ, ബയോമാഗ്നറ്റിക് പ്രോഡക്റ്റുകളുടെ, അതുപോലെ തന്നെ മാഗ്നറ്റൈസർ വാട്ടറിന്റെ ഒക്കെ ഗുണം നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും എല്ലാ ആളുകൾക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത് പറയുന്ന സമയത്ത് അതൊക്കെ ഒരു കച്ചവടത്തിന്റെ ഭാഗമായിട്ട് പറയുന്നു എന്നുള്ളതാണ് കരുതുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഇതിനെക്കുറിച്ച്, ഹൃദയത്തെ കുറിച്ചിട്ടൊക്കെ ഗഹനമായി പഠിച്ച് വർഷങ്ങളുടെ പരിചയമുള്ള, ഹൃദയ ശസ്ത്രക്രിയകൾ 10,000-ത്തിലധികം ചെയ്ത ഡോക്ടർക്ക് പോലും ഹൃദയ പ്രശ്നം വന്നിട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയുണ്ടായി എന്ന് പറയുമ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതാണ്. ഇവിടെ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന ആപ്തവാക്യത്തിന്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുക. പ്രതിരോധമാണ് പ്രതിവിധിയേക്കാൾ പ്രധാനമെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ 2-3 ചിത്രങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ചിത്രങ്ങൾ കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാര്യം ഇവരൊക്കെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്, ജീവിതത്തിലെ ഒരുപാട് പ്രതീക്ഷകളുള്ള വ്യക്തികളാണ്. ഇതൊക്കെ തന്നെ ചെറിയ വയസ്സിൽ, 44 വയസ്സിൽ, അതുപോലെ ഒരാള് പിന്നെ റിട്ടയർമെന്റ് ഫംഗ്ഷനിൽ വെച്ചിട്ട് കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതാണ്. അതുപോലെ ഒരു ടീച്ചർ, അധ്യാപിക, അവര് ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ മരിച്ചുപോയി എന്നുള്ളതാണ്. അപ്പോ ചെറുപ്പത്തിൽ അവരുടെ ജീവിതത്തിലെ ഇനിയും എത്രയോ കാലം ജീവിക്കേണ്ട ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇവിടെ നമുക്ക് ആർക്കും മരണത്തെ തടുക്കാനൊന്നും കഴിയില്ല. പക്ഷെ നമ്മുടെ കുറച്ച് അറിവില്ലായ്മകള് ഇവിടെ നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ പരിചരണം ഒരു ആവശ്യമാണ്. ഒരു വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പരിചരിക്കാറുണ്ട്. അതിനെല്ലാം വേണ്ടുന്ന ഓയിലും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് എന്ന് പറയുന്ന പിന്നെ എഞ്ചിനുകൾക്ക് നമ്മൾ എന്ത് സെൽഫ് സർവീസ് ആണ് ചെയ്യുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. ആ സെൽഫ് സർവീസിന്റെ ഒരു ഭാഗമാണ് ഇതുപോലുള്ള ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ കഴിക്കുക. ഇതൊക്കെ ആയുർവേദത്തിലെ ഏറ്റവും വിശേഷപ്പെട്ടിട്ടുള്ള മൂലികകളാണ് ഇതിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഹെർബ്സുകളാണ്, സൈഡ് എഫക്റ്റ് ഇല്ലാത്തതാണ്, ഒരു തരത്തിലുള്ള ഹാംഫുൾ കെമിക്കൽസും ചേരാത്തതാണ്, മെറ്റൽ കണ്ടന്റ് ഇല്ലാത്തതാണ്, ചെടികളുടെ പൂവിൽ നിന്നും, കായിൽ നിന്നും, മലരിൽ നിന്നും, മുട്ടിൽ നിന്നും, വേരിൽ നിന്നും ഒക്കെ എടുക്കുന്നതാണ്. അപ്പോ അത് നമ്മുടെ ഹൃദയത്തിന്, പരിചരണത്തിന് ഗുണം ചെയ്യുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ കഴിക്കണം എന്ന് പറയുന്നത്. ഞാനിപ്പോഴും പറയുന്നത് ഈ ഹാർട്ട് കെയർ ക്യാപ്സ്യൂളൊക്കെ നമ്മളൊരു ഒന്നിടവിട്ട മാസങ്ങളിൽ നമ്മൾ ഓരോ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. ഇതിനധികം വിലയൊന്നുമില്ല, ചെറിയൊരു വിലയുള്ളൂ. പക്ഷെ അത് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത, ഒരു 24 വയസ്സ് മാത്രമുള്ള ഒരു സഹോദരിയാണ് പെട്ടെന്ന് കുഴഞ്ഞു വീട് മരിച്ചു. ഇങ്ങനെ റിപ്പോർട്ട് എന്റെ കയ്യിൽ ഒരു 250-ൽ പരം റിപ്പോർട്ടുകൾ എന്റെ കയ്യിലുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇവരൊക്കെ കരുതിയിരുന്നത് എനിക്കിതൊന്നും വരില്ല എന്നുള്ളതാണ്. എനിക്കിതൊന്നും ബാധകമല്ല, ഇതൊക്കെ വേറെ ആർക്കോ ബാധകമാണ്. ഇത് ഞാൻ ഈ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും ചിന്തിക്കുന്നത് എനിക്കിതൊന്നും ബാധകമല്ല, ഇതൊക്കെ വേറെ ആർക്കൊക്കെ ബാധകമാണ് എന്നുള്ളതാണ്. പക്ഷെ ഈ പറയുന്ന ഞാൻ പോലും മനസ്സിലാക്കേണ്ടത് എനിക്കും ഇത് ബാധകമാണ്. അപ്പൊ എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇവിടെയാണ് നമ്മൾ പ്രിവെൻഷൻ എന്ന് പറയുന്ന വാക്കിന്റെ പ്രസക്തി മനസ്സിലാക്കേണ്ടത്. അപ്പോ ജീവിതത്തില് ഒരിക്കൽ മാത്രം ജീവിക്കാൻ കിട്ടുന്ന ഒരു അവസരത്തിൽ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, കഴിവുകേട് കൊണ്ട്, നമ്മുടെ അഹങ്കാരം കൊണ്ട് നമ്മൾ ആയുസ്സിനെ ഇല്ലാതാക്കാൻ പാടില്ല. അതിനാണ് പ്രൊട്ടക്ഷൻ, ആ ഒരു കവറിങ്, അതിനൊരു ഷീൽഡ്, ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് നമ്മൾ കൊടുക്കണം എന്ന് പറയും. ഹൃദയാരോഗ്യത്തിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന, ഷീൽഡ് കൊടുക്കുന്ന, കവറേജ് കൊടുക്കുന്ന, കവറിങ് കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഹാർട്ട് കെയർ എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഗംഭീരമായ പ്രോഡക്റ്റ് ആണ്. ഇതില് NCRB പറയുന്ന, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ റിപ്പോർട്ടിൽ പറയുന്നത്, നേരത്തെ കാണിച്ച റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, മയോകാർഡൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളാണ് ഈ കുഴഞ്ഞു വീണ മരണങ്ങളുടെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത്. മയോകാർഡൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് 3 പാളികളാണ്: പെരികാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം. പെരികാർഡിയം ഏറ്റവും മുകളിലുള്ള ലെയർ,
മയോകാർഡിയം നടുവിലുള്ളത്, എൻഡോകാർഡിയം ഏറ്റവും ഉള്ളിലുള്ള ഭാഗം എന്ന് പറയുന്നത്. ഇതെല്ലാം മസിലുകളാണ്. അപ്പോൾ ഇതിന് വരുന്ന ഇൻഫ്ലാമേഷൻ എന്ത് സംഭവിക്കുന്നു? ഇതിന്റെ പ്രവർത്തനത്തെ രഹിതമാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പൊ ഹാർട്ട് ഇൻഫ്ലാമേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. പെരിക്കാർഡൈറ്റിസ് വരുന്നു, മയോകാർഡൈറ്റിസ് വരുന്നു, എൻഡോകാർഡൈറ്റിസ് വരുന്നു. ഇതൊക്കെ മരണത്തിന് കാരണമാകുന്നുണ്ട്. മയോകാർഡിയൊക്കെ വലിയ തോതിൽ കാരണമാകുന്നുണ്ട്. ഇത് റിഡ്യൂസ് ചെയ്യാനാണ് മാഗ്നറ്റൈസ്ഡ് വാട്ടർ കുടിക്കണം എന്ന് പറയുന്നത്, നമ്മുടെ മാഗ്നറ്റിക് മാട്രസ് ഉപയോഗിക്കണം എന്ന് പറയുന്നത്, അതുപോലെ നമ്മുടെ മണിരായയുടെ ഹാർട്ട് കെയർ നമ്മൾ ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഹൈപ്പർ ടെൻഷൻ പോലുള്ള പ്രശ്നങ്ങൾ ഇതിന് കാരണമാകുന്നുണ്ട്. അപ്പോ ഈ ഹാർട്ട് കെയർ കഴിക്കുന്നതോടുകൂടി ഹൈപ്പർ ടെൻഷൻ, നമ്മുടെ രക്തക്കുഴലുകളെ ഭിത്തികളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം മൂലമുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെ ഒഴിവാക്കാനും റെഡ്യൂസ് ചെയ്യാനും നോർമലൈസ് ചെയ്യാനും അത് സഹായിക്കുന്നുണ്ട്. രക്തക്കുഴലുകളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്ലക്ക് അടിഞ്ഞുകൂടി, കൊഴുപ്പുകൾ അടിഞ്ഞുകൂടി ബ്ലഡിന് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാനുള്ള സാഹചര്യത്തെ ഇല്ലാതാക്കി തടസ്സം നിർത്തുന്ന പലതരത്തിലുള്ള കൊഴുപ്പുകളുടെ ആ ഒരു പ്രശ്നങ്ങളെ അതിനെ ലഘൂകരിക്കാൻ, കുറയ്ക്കാൻ, അതിനെ അലിയിപ്പിച്ച് കളയാൻ നമ്മുടെ പ്രോഡക്റ്റിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. അത് കരുതിയിട്ട് ഇത് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മുഴുവനായിട്ടും അത് മാറും എന്നല്ല ഞാൻ അവകാശപ്പെടുന്നത്. ഇത് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെയും രക്തക്കുഴലുകളുടെ അതിലെ ഈസി ആയിട്ട് ബ്ലഡിന് ഫ്ലോ ചെയ്യാനുള്ള സാഹചര്യത്തെയൊക്കെ ഇത് ഗുണം ചെയ്യുന്നു. അത് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ ഇല്ലാതാക്കാനുള്ള ഒരു പരിശ്രമം അവിടെ നടത്തുന്നു എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആർട്ടേറിയൽ ഏജ് എന്ന് പറയുന്ന, നമ്മുടെ രക്തക്കുഴലുകളിൽ പ്ലക്ക് അടിഞ്ഞുകൂടി ആർട്ടറിക്ക് ഉണ്ടാകുന്ന ഏജിങ്, അതാണ് ആർട്ടേറിയൽ ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടേറിയൽ ഏജിനെ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ഈ പ്രോഡക്റ്റിന് സഹായിക്കുന്നു എന്നുള്ളതാണ്. ചില ആളുകൾ 20 വയസ്സേ ഉണ്ടായിരിക്കുള്ളൂ, അവരുടെ ആർട്ടേറിയൽ ഏജ് 60 ആയിട്ടുണ്ടായിരിക്കും. ആ വ്യക്തിക്ക് മരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ചില ആളുകൾക്ക് 60 വയസ്സായിട്ടുണ്ടായിരിക്കും, അവരുടെ ആർട്ടേറിയൽ ഏജ് എന്ന് പറയുന്നത് 20 ആയിരിക്കും. അപ്പൊ അവർക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരാതെ കൂടുതൽ കാലം അവർക്ക് കാർഡിയോവാസ്കുലർ ഡിസീസുകൾ ഇല്ലാതെ, രക്തക്കുഴലുകളിൽ ബ്ലോക്കേജ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഹാർട്ടിനെ സംരക്ഷിക്കാനുള്ള, ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുവാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഹാർട്ട് കെയർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ നെഞ്ഞുവേദന അല്ലെങ്കിൽ ഹൃദയ പ്രശ്നങ്ങൾ, കാർഡിയോവാസ്കുലർ ഡിസീസുകൾ, പെട്ടെന്നുള്ള കുഴഞ്ഞു വീണ മരണങ്ങൾ, ഇതുപോലുള്ള മനുഷ്യനെ ഭയാനകമായിട്ട് നമുക്കൊക്കെ ചിന്തിക്കുമ്പോൾ പോലും പേടി വരുന്ന തരത്തിലുള്ള ഈ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹാർട്ട് കെയർ എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് റെഡ്യൂസ് ഇൻഫ്ലാമേഷൻ, ലോവേഴ്സ് ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ ഇംപ്രൂവ്സ് ഹാർട്ട് ഹെൽത്ത്, ബാലൻസസ് കൊളസ്ട്രോൾ, ബൂസ്റ്റ് ഹാർട്ട് എനർജി, പ്രിവെന്റ്സ് ബ്ലോക്കേജുകളെ പ്രിവെന്റ് ചെയ്യാനും, ഹാർട്ടിന്റെ എനർജിയെ ബൂസ്റ്റ് ചെയ്യാനും, കൊളസ്ട്രോളിനെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാനും, ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ ഇംപ്രൂവ് ചെയ്യാനും, പ്രഷറിനെ നോർമലൈസ് ചെയ്യാനും, ഇൻഫ്ലാമേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഹാർട്ടിന്റെ ഇൻഫ്ലാമേഷൻ റിഡ്യൂസ് ചെയ്യാനും ഒക്കെ തന്നെ ഹാർട്ട് കെയർ ഉപയോഗിക്കുന്നു. ആയുഷ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിൽ നാച്ചുറലി സോഴ്സ്ഡ് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. പ്രകൃതിദത്തമായിട്ടുള്ള സോഴ്സിൽ നിന്നല്ല, ചെടികളിൽ നിന്നൊക്കെ എടുക്കുന്ന ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. നോ ഹാർഷ് കെമിക്കൽസ്, ഒരു കെമിക്കലും ഇത് ചേർന്നിട്ടില്ല. 100% വെഗൺ ആണ്. അതുപോലെ തന്നെ ഈസി ടു സ്വാലോ, ഈസി ആയിട്ട് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. നോ സൈഡ് എഫക്റ്റ്, ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഹാർട്ട് കെയർ നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇതിന്റെ അകത്തുള്ള ഇൻഗ്രീഡിയന്റ്? അതിലൊരു ഇൻഗ്രീഡിയന്റ് ഹരിതകി എന്ന് പറയും. ഹരിതകി എന്ന് പറഞ്ഞാൽ ഹറാദ്, പിന്നെ കടുക്ക എന്ന ആയുർവേദത്തിൽ പറയുന്ന ഒരു മരുന്നാണ് കടുക്ക. അത് ഇതിനകത്ത് ചേരുന്നുണ്ട്. പ്ലസ് അർജുന ചാൽ എന്ന് പറയും, നീർമരുത് എന്ന് പറയും, ആറ്റുമരുത് എന്നൊക്കെ പറയും. അപ്പോൾ അത് ഇതിനകത്ത് ചേരുന്നു. ഇതിന്റെയൊക്കെ ഇൻഗ്രീഡിയന്റ് ആണ് ഞാൻ ഈ പറയുന്നത്. പിന്നുള്ളത് കറുവപ്പട്ട, ഡാൽച്ചിനി പൗഡർ എന്ന് പറയും, കറുവപ്പട്ടയുടെ പൗഡർ ചേരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കറുവപ്പട്ട, അതുപോലെ തന്നെ ഈ അർജുന, നീർമരുത്, അതുപോലെ തന്നെ ഹരിതകി അല്ലെങ്കിൽ കടുക്ക, ഇതൊക്കെ ഒരു തരത്തിൽ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യാത്ത ഘടകങ്ങളാണ്. പിന്നെ നെല്ലിക്ക, അമല പൗഡർ ഇതിനകത്ത് ചേരുന്നുണ്ട്. പിന്നെ നമുക്ക് താണിക്ക എന്ന് പറയുന്ന ഒരു കായുണ്ട്, താണിക്ക, ബഹേദ പൗഡർ എന്നാണ് അതിന് പറയുന്നത്, താണിക്ക. അപ്പോ ഈ നെല്ലിക്ക, താണിക്ക, കടുക്ക, 3 ഘടകങ്ങൾ, ഇതിനെയാണ് ആയുർവേദം ത്രിഫല എന്ന് പറയുന്നത്. ത്രിഫലാദി ചൂർണം, ത്രിഫലാദി കഷായം എന്നൊക്കെ പറയുന്ന
സാധനങ്ങളൊക്കെ ഈ 3 ഘടകങ്ങൾ എടുക്കുന്നത്. കടുക്ക, താനിക്ക, നെല്ലിക്ക 3 സാധനങ്ങൾ. അത് 3ഉം ത്രിഫല ഇതിനകത്ത് ചേരുന്നുണ്ട്. ഇത് പിന്നെ ഈ ഹാർട്ടിന്റെ ഇതിന് മാത്രമല്ല, നമ്മുടെ ഗട്ട് ഡിസോർഡറുകൾക്ക്, ദഹനത്തിനൊക്കെ വളരെ നല്ലതാണത്. കുടലാരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ നല്ലതാണ്. അതാണ് ത്രിഫല ചൂർണ്ണൊക്കെ കഴിക്കുന്നതിന് ആന്റി ഓക്സിഡന്റ് എഫക്റ്റ് കൂടി കിട്ടുന്ന പറയുന്നത്. ഒരു ആന്റി ഓക്സിഡന്റ് എഫക്റ്റും കൂടി അതിനകത്തുണ്ട്. പിന്നുള്ള ഇൻഗ്രീഡിയന്റ് അശോക ചാൽ എന്ന് പറയും, അശോകം എന്ന് പറയും. അശോക മരത്തിന്റെ ആ തൊലിയിൽ നിന്ന് എടുക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഇത്രയും ഇൻഗ്രീഡിയന്റ് ആണ് ഇതിനകത്ത് ചേരുന്നത്. അപ്പോ ഈ ഹാർട്ട് കെയർ ക്യാപ്സൂൾ ഇത് നമ്മൾ 2 നേരം ഭക്ഷണത്തിന്റെ കൂടെ രാവിലെയും വൈകുന്നേരം ഓരോ ക്യാപ്സൂൾ നമ്മൾ കഴിക്കുക. ഇത് എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴെങ്കിലും നമ്മളിത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട്, ഒരു ചര്യയായിട്ട് നമ്മളിത് മാറ്റുക. ചെറിയ വിലയെ ഇതിന് വരുന്നുള്ളൂ. ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ഹാർട്ടിനെ സേവ് ചെയ്യാനുള്ള ഏറ്റവും ഗംഭീരമായ ഒരു പ്രൊഡക്റ്റ് ആണ് ഹാർട്ട് കെയർ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇത് ഉപയോഗിക്കുകയും ഇതിന്റെ ഒരു പ്രചാരകരാവുകയും ചെയ്യുക. കാരണം ഒരു ചെറിയ നിസാരമായ പ്രശ്നം കൊണ്ട് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണുന്നുണ്ട്. ഹൃദയ പ്രശ്നങ്ങൾ, കാർഡിയോവാസ്കുലർ ഡിസീസുകൾ, ബ്ലോക്കുകൾ, മൈക്രോ ബ്ലോക്കുകൾ, മയോകാർഡിറ്റിസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അതിന് ഒരു തടയിടുന്നതിന് വേണ്ടിയിട്ട്, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ ഹാർട്ട് കെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ സൂമിൽ നമ്മൾ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകളും ഹാർട്ട് കെയറിനെ കുറിച്ച് സംസാരിച്ചു. അടുത്തൊരു സൂമിൽ നമുക്ക് പുതിയൊരു പ്രോഡക്റ്റുമായിട്ട് നമുക്ക് പരിചയപ്പെടാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. എല്ലാം ഹെൽത്ത് റിലേറ്റഡ് ആണ്. എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ, സൗഖ്യം ഉണ്ടാകട്ടെ, സന്തോഷം ഉണ്ടാകട്ടെ, സമ്പത്തുണ്ടാകട്ടെ. നമുക്ക് മണിറായിലൂടെ ഇന്ത്യൻ മാർക്കറ്റിനകത്ത് ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുക തന്നെ ചെയ്യും. അതിന് പര്യാപ്തമായ ഉൽപ്പന്നങ്ങൾ ഇവിടെയുണ്ട്. അതിന് സർവീസ് ചേരുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ ഓർഗനൈസേഷൻ, സൗത്ത് ഇന്ത്യൻ ടീം ഇവിടെ ഉണ്ട്. അങ്ങനെ പ്രതിഭാശാലികളായിട്ടുള്ള ഒട്ടനവധി ലീഡേഴ്സിന്റെ കരുത്തുറ്റ നിര ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഇന്നത്തെ സൂമിൽ അറ്റൻഡ് ചെയ്ത മുഴുവൻ ആളുകൾക്കും എന്റെ ഹൃദ്യമായിട്ടുള്ള, എന്റെ ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഗുഡ് നൈറ്റ്.